തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ഒരു ചെറിയ യാത്ര, അതാണ് ഞങ്ങളുടെ നെക്കൽ യാത്ര. വൈകുന്നേരം 4 മണി. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചു സമയം മാറി നിൽക്കാൻ ഞാനും എന്റെ കുടുംബവും. എനിക്ക് പ്രവാസത്തിൽ ലഭിച്ച ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ ചിലരായ 2 കുടുംബങ്ങളും ചേർന്ന് ഒമാനിലെ മനോഹരമായ നെക്കലിലേക്ക് യാത്ര തിരിച്ചു. 1 മണിക്കൂർ മാത്രം ദൂരമുള്ള യാത്ര. പക്ഷേ ആ 1 മണിക്കൂറിൽ കണ്ട കാഴ്ചകൾ മനസ്സിൽ എന്നും നിലനിൽക്കും. ആദ്യം ഞങ്ങളെ വരവേറ്റത് ആകാശത്തെ തൊടുന്നതുപോലെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. അതിനുശേഷം വഴിയരികിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മസ്ജിദുകൾ. ഓരോന്നും ഒമാന്റെ സംസ്കാരത്തിന്റെയും ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും മനോഹരമായ അടയാളങ്ങൾ. മലകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും ചില നിമിഷങ്ങളിൽ സ്വന്തം നാടിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നെക്കലിലെത്തി. നെക്കലെത്തിയപ്പോൾ ആദ്യം കണ്ണിൽ പതിഞ്ഞത് മലകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന മനോഹരമായ വാദിയായിരുന്നു. തെളിഞ്ഞ വെള്ളം, തണുത്ത കാറ്റ്, ചുറ്റും നിറഞ്ഞ നിശബ്ദത. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സ്വർഗം പോലെ. ആ തെളിഞ്ഞ വെള്ളത്തിൽ കുഞ്ഞു മീനുകൾ കൂട്ടമായി നീന്തുന്ന കാഴ്ച മനോഹരമായിരുന്നു. കുറച്ചു സമയം ഞങ്ങളും കുട്ടികളെപ്പോലെ ചെറിയ മീനുകളെ പിടിച്ചും വെള്ളത്തിൽ കളിച്ചും ആ നിമിഷങ്ങൾ സന്തോഷത്തോടെ ആസ്വദിച്ചു. അതിനുശേഷം നെക്കൽ പ്രശസ്തമായ പ്രകൃതിദത്ത ചൂടുവെള്ള ഉറവയിലേക്ക്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി ഒഴുകിയെത്തുന്ന ആ ഇളം ചൂടുള്ള വെള്ളം പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ നന്നായിട്ട് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ അവിടെ മുങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ മനസ്സിലായി, ഒരാൾക്ക് നിൽക്കാനുള്ള ആഴം അതിനുണ്ടെന്നു. ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായയും പലഹാരങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് പങ്കുവച്ചു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഞങ്ങൾ മഗ്രിബ് നിസ്കാരത്തിനായി നെക്കലിലെ ആ പുരാതന മസ്ജിദിലേക്കെത്തി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ലളിതമായ ഒരു പള്ളി, പക്ഷേ അകത്ത് കയറുമ്പോൾ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇന്നും ജീവനോടെ നിൽക്കുന്നത് പോലെ തോന്നും. തടികൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയും പഴമയുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്ന ചുമരുകളും ഇന്നും അതേ പ്രൗഢിയിൽ നിലകൊള്ളുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമായിരുന്നു. ചെറിയൊരു ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ പള്ളിയുടെ അടിയിലൂടെ സ്വാഭാവികമായി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം, അതിൽ നിന്നാണ് ഇന്നും വുലൂഹ് എടുക്കുന്നത്. ആ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദവും ആ സ്ഥലത്തിന്റെ ആത്മീയമായ നിശബ്ദതയും മനസ്സിന് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സമാധാനം സമ്മാനിച്ചു. ആ ചരിത്രത്തിന്റെ സാക്ഷിയായ ആ പള്ളിക്കുള്ളിൽ മഗ്രിബ് നിസ്കരിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. പ്രവാസ ജീവിതത്തിൽ കുടുംബത്തെ പോലെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കുന്ന ഇത്തരം നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. രാത്രി പതിയെ ഭൂമിയെ പൊതിഞ്ഞ